ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 78-ാമത്തെ ശ്ലോകം നോക്കാം. സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരൂജേ വചോ ഭൂയ ശ്രൂയതാം തച്ച ശൗനക. ഇവിടെ സൂതൻ വീണ്ടും കഥ തുടരുകയാണ്. നമുക്കറിയാം, ഈ ഒരു അധ്യായം തന്നെ നൈമിഷാരണ്യത്തിൽ വച്ച് സൂത ശൗനക സംവാദ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രീ ശൗനക മഹർഷിയും സൂതനുമായിട്ടുള്ള ആ കഥയിൽ സൂതൻ പറയുന്ന കഥയ്ക്കുള്ളിലെ കഥയാണ് നമ്മൾ ഇത്ര നേരവും കേട്ടുകൊണ്ടിരുന്ന ശ്രീ നാരദ മഹർഷിയും ഭക്തിദേവിയും തമ്മിലുള്ള ആ ഒരു സംവാദവുമൊക്കെ. അപ്പോൾ ഇനിയും വീണ്ടും സൂതൻ ശ്രീ ശൗനക മഹർഷിയോട് കഥ തുടരുകയാണ്. സൂത ഉവാച, സൂതൻ പറഞ്ഞു. ഇതി എന്നാൽ ഇപ്രകാരമുള്ള തദ്വചനം, തദ്വചനം ആ ശ്രീ നാരദ മഹർഷിയുടെ വചനമെന്നാൽ വാക്കുകൾ ശ്രുത്വ കേട്ടിട്ട് വിസ്മയം എന്നാൽ വിസ്മയത്തെ, എങ്ങനെയുള്ള പരമം, വളരെയേറെ പരമമായ വിസ്മയത്തെ, ഗത എന്നാൽ പ്രാപിച്ചു. അപ്പോൾ ഇത്ര നേരവും ഈ ശ്രീ നാരദ മഹർഷി ഭക്തിദേവിയുടെ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്കുള്ള മറുപടി ഇത്രയും ഈ ഒരു 13 ശ്ലോകങ്ങളിലായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ശ്രീ നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട ഭക്തിദേവി പരമമായ വിസ്മയത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, താൻ എന്തായിരുന്നോ തൻ്റെ ദുഃഖത്തിന് കാരണമായിട്ടുണ്ടായിരുന്ന ആ മൂലകാരണത്തെ വളരെ വ്യക്തമായിട്ട് ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിരിക്കുന്നു. തന്നെയല്ല, എന്തുകൊണ്ട് ഭഗവാൻ ഈ അധർമ്മത്തെ കണ്ടു സഹിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നില്ല എന്നുള്ളതിനുമുള്ള മറുപടി അല്ലെങ്കിൽ ഉത്തരം ശ്രീ നാരദ മഹർഷി വളരെ വ്യക്തമായിട്ടാണ് ഭക്തിദേവിക്ക് പറഞ്ഞു കൊടുത്തത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അത്യന്തം വിസ്മയത്തെ പ്രാപിച്ചു. അങ്ങനെയുള്ള പ്രാപിച്ച ഭക്തിരൂജെ, ഊജെ എന്നാൽ പറഞ്ഞു, ആര്? ഭക്തിദേവി ഇപ്രകാരം പറഞ്ഞു. വചോ എന്നാൽ വാക്കുകൾ, വാക്കുകൾ, ഭൂയഹ എന്നാൽ വീണ്ടും. അപ്പോൾ വീണ്ടും ഭക്തിദേവി ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു. ശ്രൂയതാം എന്നാൽ കേട്ടാലും. തച്ച എന്നാൽ അതുകൂടി കേട്ടാലും. ശൗനക, അല്ലയോ ശ്രീ ശൗനക മഹർഷേ, അങ്ങനെയും ഇതും കൂടി കേട്ടാലും. അപ്പോൾ ഈ ഇത്രയും നേരം നിന്നിട്ട് ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ആ കലിയുഗത്തിൻ്റെ സ്വഭാവ ഗുണവിശേഷങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഭക്തിദേവി അത്യധികം വിസ്മിതയായി ഭവിച്ചു. അങ്ങനെ ഉള്ള ആ ഭക്തിദേവി വീണ്ടും ശ്രീ നാരദ മഹർഷിയോട് ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളും കൂടി, അല്ലയോ ശ്രീ ശൗനക മഹർഷി, ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം, അങ്ങ് കേട്ടാലും. ഇനിയും എന്താണ് ഭക്തിദേവി പറഞ്ഞത് എന്നുള്ളത് തുടർന്നുള്ള 2 ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ ശ്രീ ശൗനക മഹർഷിയോട് സൂതൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ബാക്കി ഇനിയും അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരൂജേ വചോ ഭൂയ ശ്രൂയതാം തച്ച ശൗനക. ഇവിടെ ഇനിയും വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തദ്വചനം, അത് പിരിക്കാതെ തദ്വചനം എന്നെടുക്കാതെ തദ്വചനം എന്ന് ഒന്നിച്ച് തന്നെ അത് വായിക്കുക. അതുപോലെ 2ാമത്തെ പാദത്തിൽ വരുമ്പോൾ ഭക്തിരൂജേ വചോ ഭൂയ, അവിടെ ഒരു വിസർഗമുണ്ട്, അത് പകുതി ഹകാരത്തിൽ വായിക്കുക.
ശ്രൂയതാം തച്ച ശൗനക. അവിടെ ച കൂട്ടക്ഷരമായതുകൊണ്ട് തന്നെ ഒന്ന് കട്ടിയിൽ വായിക്കുക. പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകം തന്നെയാണത്. ഹരേ കൃഷ്ണ.